തയ്യാറോ താരോ തക തയ്യാറോ താരേ തയ്യാറോ താരോ തക തയ്യാറും താരേ. അതെ, നന്മകൾ നിറഞ്ഞ നാട്ടിൻപുറത്താണ് ഞാൻ ജനിച്ചു വളർന്നത്. സുപ്രഭാതത്തിന്റെ ആ മയക്കത്തിൽ നിന്നും ഉണർന്ന് ഞാൻ വീടിന്റെ മുൻവശത്തെത്തിയപ്പോൾ പാൽക്കാരൻ ദാമേട്ടൻ പശുവിനെ കറക്കുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. പശുവിനെ കറക്കുന്ന ആ ശബ്ദത്തിന്റെ ഭംഗിയുള്ള ആ സ്വരം ആസ്വദിക്കുന്നതിനിടയിൽ ബുദ്ധിമുട്ടിക്കാനായി ഒരു പട്ടി എനിക്കത് സഹിച്ചില്ല. കിട്ടിയ കല്ലെടുത്ത് ഒരേറെ ഞാൻ അതിന് വെച്ചു കൊടുത്തു. അങ്ങനെ ഞാൻ മെല്ലെ വീട്ടിൽ നിന്നിറങ്ങിയപ്പോൾ ഞങ്ങളുടെ വാർഡ് മെമ്പർ കണ്ണേട്ടൻ എൻ്റെ അടുത്ത് കേരളോത്സവത്തിന്റെ പിരിവിന് വേണ്ടിയിട്ട് ഇതിന്റെ റെസീറ്റ് തന്നിരുന്നു. അത് കൊടുക്കാൻ വേണ്ടി ഞാൻ എന്നെ മുമ്പ് ഭരതനാട്യം പഠിപ്പിച്ച സാറിൻ്റെ അടുത്ത് തന്നു. ഇല്ല, തരില്ല, 5 പൈസ ഞാൻ തരില്ല. എന്തൊരു സാധനം നോക്കണേ, എന്ത് പറഞ്ഞാലും പിരിവ് 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 എന്ന് പറഞ്ഞ് ഇറങ്ങിക്കോളൂ. തത്തമ്മ ചുണ്ട് വിട്ടിട്ടില്ല. എന്തരത്? അങ്ങനെ ഞാൻ മുന്നോട്ടേക്ക് നീങ്ങിയപ്പോഴാണ് അവിടെ എന്തോ മിമിക്രി മത്സരം അങ്ങനെ എന്തോ നടക്കുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവരാദ്യം അവതരിപ്പിച്ചത് നമ്മുടെ മുഖ്യമന്ത്രിയാണെന്ന് തോന്നുന്നു. വളരെ ശക്തവും വ്യക്തവുമായി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഡയലോഗ് കേട്ടിരുന്നാൽ എന്റെ സമയം പോകും. അതുകൊണ്ട് ഞാൻ മെല്ലെ അവിടെ നിന്നും മാറി നിന്നു. എന്നാലും ഒരു അവിഞ്ഞ ശബ്ദത്തിൽ മറ്റ് ശബ്ദങ്ങളും അനുകരിക്കുന്നതായി ഞാൻ ശ്രദ്ധയിൽപ്പെട്ടു. സലീം കുമാറിന്റെ ആണെന്ന് തോന്നുന്നു. എന്തെന്നറിയില്ല, എനിക്കത് തീരെ ഇഷ്ടപ്പെട്ടില്ല. നമ്മുടെ തെങ്ങുമൽക്കാരുന്ന ഗോപാലേട്ടന്റെ തലയിലൊരു കെട്ട്. ഞാൻ ചോദിച്ചു, അല്ല ഗോപാലേട്ടാ എന്ത് പറ്റി? ഈയിടെ തീരെ അവശമായിട്ടുണ്ടല്ലോ. അദ്ദേഹം ഒരു പാട്ടിന്റെ രൂപത്തിലായിരുന്നു എനിക്കെല്ലാം പറഞ്ഞത്. തെങ്ങ് കയറി ഞാൻ കാല് തെറ്റി ഞാൻ താഴെ വീണു മോനെ, തേങ്ങ കണ്ട് ഞാൻ ഞെട്ടി ഞെട്ടി ഞാൻ താഴെ വീണു മോനെ, പ്ലാസ്റ്റർ ഒന്നു വേണ്ടേ എന്റെ ഡോക്ടറെ, കാലന്റെ സ്വന്തം മോനെ, ആശുപത്രിയിലെ പൊട്ടിയ കട്ടിലിൽ ഞാൻ കിടന്നുറങ്ങി, ലാളനങ്ങളിൽ മൂളി വന്നൊരാ കൊതുക് വന്ന് കുത്തി, ചിക്കൻ കുനിയയായി ഞാൻ കിടപ്പിലായി. കൂടുതലൊന്നും ഞാൻ ചോദിച്ചില്ല. ഇപ്പോഴാണ് കേരളോത്സവത്തിന്റെ സമാപന ചടങ്ങിൽ വെടിക്കെട്ടിനെ കുറിച്ചൊക്കെ ഞാൻ കേട്ടത്. ഇന്ന് വൈകുന്നേരം എന്തായാലും വെടിക്കെട്ട് ഉണ്ടാവുന്ന ഉറപ്പാ. അപ്പൊ കേരളോത്സവത്തിൽ വെറൈറ്റികൾ മാത്രമേ മിമിക്രി വേദിയിൽ വേണ്ടൂ എന്ന് പറഞ്ഞ് നമ്മുടെ പ്രസിഡന്റ് പവിത്രൻ സാറിന്റെ ശബ്ദാരോ എടുത്തതായി ഞാൻ ശ്രദ്ധിച്ചു. നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട, പവിത്രൻ സാറിന്റെ 1 വയസ്സിന് മുമ്പേ ഉള്ള ശബ്ദമായിരുന്നു. നിങ്ങളാരും തെറ്റിദ്ധരിക്കണ്ട. അങ്ങനെ ഞാൻ വെടിക്കെട്ടിന്റെ വേദിയിലേക്ക് പോയി. ഏതൊരു മിമിക്രിയും അവസാനിക്കുന്നത് വെടിക്കെട്ടിലൂടെയാണ്. പക്ഷെ ഞാൻ വെടിക്കെട്ടും കഴിഞ്ഞ് വീട്ടിലെത്തിയിരുന്നു. അപ്പോഴാണ് ടിവിയിൽ മ്യൂസിക് പരേഡുകളുടെ തന്നെ ഒരുപാട് പരിപാടികൾ എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അതിൽ വ്യത്യസ്തമായി എനിക്ക് തോന്നിയത് നമ്മുടെ ദിനോസറിന്റെ, എല്ലാവരും ദിനോസറിന്റെ ശബ്ദം കേട്ടിട്ടുണ്ടാവും. പക്ഷെ ദിനോസർ മുട്ടയിടുന്ന ശബ്ദം ആരും കേട്ടിട്ടുണ്ടാവില്ല. പേടിയുള്ളവർ ചെവി സൂക്ഷിക്കുക.